ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ, അതൊരു ആക്സിഡൻ്റ് അല്ല. എന്താ കേൾക്കിയതൊക്കെ? ആ പാവ സഫിയത്ത എന്ത് ചെയ്തിട്ടേ അവർക്ക് ഇങ്ങനെ? കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല. വിവാഹപ്രായം കഴിഞ്ഞിട്ടും പെണ്ണ് കിട്ടാത്തതിന്റെ പ്രതിഷേധമാണോ ഇത്? ചികിത്സയല്ലാതെ ഇതിന് മറ്റൊരു പ്രതിവിധിയുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഈ അപരാധം പറഞ്ഞുണ്ടാക്കുന്നവരെ നേരെ ചെന്നിട്ട് ഒന്ന് ബലാത്സംഗം ചെയ്തിട്ട് ഒന്ന് പോയി മരിക്കുക. ശിവരാമൻ നിന്റെ തലയ്ക്ക് വെളിവില്ലാണ്ടായിട്ടുണ്ട്, അബദ്ധം കാണിക്കല്ലേ. അതായത് ഇങ്ങനെയൊക്കെ പുരുഷന്മാരോട് ചെയ്യുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണം അത്രേ. അവൻ പൊട്ടന് വെളിവില്ലാതെ ഓരോന്ന് പറഞ്ഞതാ. ഈ അജയ് വി മാരാർ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന്, നിങ്ങളുടെ വ്യാപ്തി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഞാനൊരു ഫാദർ ആയതുകൊണ്ട് നിന്റെ ഫാദറിനെ ഞാൻ വിളിക്കുന്നില്ല. മേലാൽ വെള്ളമടിച്ചിട്ട് ഇത് കണക്ക് പിച്ചുമ്പയും പറഞ്ഞ അതിനർത്ഥം തെറ്റ് ചെയ്യപ്പെടുന്ന ഏത് സ്ത്രീകളെയും റേപ്പ് ചെയ്യണമെന്നാണോ നിങ്ങൾ ആഹ്വാനം ചെയ്യേണ്ടത്? അബദ്ധം പറ്റിയതല്ല, എന്ത് പറഞ്ഞാലും അടിയോ. നിങ്ങൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ലേ, ഒരു പാർട്ടി പ്രവർത്തകനല്ലേ, എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ വിളിച്ചു പോകുന്നത്? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഈ കഴിഞ്ഞ ദിവസം ഇപ്പൊ നമ്മുടെ അതിജീവിതയുടെ കേസിൽ പ്രതിയെ കുറ്റവിമുക്തനാക്കപ്പെട്ട മഹാനടൻ, അങ്ങനെയൊന്നുമില്ല, അദ്ദേഹത്തെ ന്യായീകരിച്ച് വഴിക്കൊണ്ട് നമ്മുടെ അഖിൽമാരാര് വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യവും ഉണ്ട്, ഇതുപോലെ തന്നെയായിരുന്നു അദ്ദേഹവും പറഞ്ഞത്. കാറിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ, ഇല്ലെങ്കിൽ നിങ്ങളതൊന്ന് കാണിച്ചു തരുമോന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് ബലാത്സംഗം എങ്ങനെ കാറിൽ വെച്ച് ചെയ്യാം എന്നൊന്ന് കാണിച്ചു തരുമോ എന്നാണ് അയാളും ചോദിച്ചത്. നമ്മുടെ നാടാകെ മാറിപ്പോയടാ. എല്ലാവർക്കും ആദ്യം കേൾക്കുന്ന വിശ്വസിക്കാനും അതിന്റെ പുറകെ പോകാനും ഇഷ്ടം. താനും ഇയാൾക്ക് എന്തുവാടോ, പേരിന്റെ ഒരു സാമ്യം ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതല്ല ഉദ്ദേശം. എനിക്ക് നാണം ഉണ്ടോടോ എനിക്ക്? കഷ്ടം പുരുഷന്മാരുടെ വില കളയാൻ. കഷ്ടം. ഇപ്പോൾ നിലവിലുള്ള നിയമം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പെണ്ണുങ്ങളെ ലേഡീസ് എല്ലാം അതിജീവിതയാവും. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സാർ ഈ വകുപ്പ്, അല്ലാതെ പുരുഷന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലെന്ന്. അല്ലാത്ത നമ്മുടെ ആണുങ്ങള് പുരുഷന്മാരെല്ലാം അപരാധി പോലും ആകും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. നീ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. പൊക്കോ. ഞാൻ പോവാ, നാടേ നശിക്കാൻ പോവാ. എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടോ. ഒരു വാർത്ത കൊടുക്കുന്നതിന് മുൻപ്, അത് ഷെയർ ചെയ്യുന്നതിന് മുൻപ് ഒന്നല്ല ഒരു 100 വട്ടം ചിന്തിക്കണം. കാരണം ആ വാർത്തയുടെ അങ്ങേ തലയ്ക്കൽ മറ്റൊരാളുടെ ജീവിതമുണ്ട്. എന്നാ പിന്നെ ഞങ്ങൾ വൈകിക്കണില്ല, വരട്ടെ.